ചെയ്തിരിക്കുന്നത് പ്രശസ്ത അമേരിക്കൻ സംവിധായകനായ സ്റ്റീഫൻ സ്പിൽബർഗിനെയാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുവിധം എല്ലാ ആൾക്കാരും സ്റ്റീഫൻ സ്പിൽബർഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു സംക്ഷിപ്ത രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. സ്റ്റീഫൻ സ്പിൽബർഗ് 1946 അമേരിക്കയിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന് സിനിമയിലോടുള്ള അഭിനിവേശം കാരണം അദ്ദേഹം ബിരുദമെടുത്തതും സിനിമയിൽ തന്നെയാണ്. സിനിമ സംവിധാനം പഠിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത് TV സ്ക്രീനിലേക്കാണ്. TV-യിൽ ഒരുപാട് മറ്റേ വെബ് സീരീസും അതുപോലത്തെ എപ്പിസോഡ്സും ഒക്കെയാണ് അദ്ദേഹം ആദ്യം ചെയ്തു തുടങ്ങുന്നത്. അതിനുശേഷം 1971 അദ്ദേഹം ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അത് മറ്റൊരാളുടെ സഹായത്തോടുകൂടിയാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഡ്യുവൽ എന്നാണ് ആ സിനിമയുടെ പേര്. ഒരു 3-4 മാസം മുന്നേ ഇതേ വേദിയിൽ വെച്ച് ചെമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചിട്ട് ഈ സിനിമ ഞങ്ങളുടെ മെട്രോ ഫിലിം സൊസൈറ്റിക്കാർ ഇതിലൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം എടുത്തതിൽ ഏകദേശം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു സിനിമ ഈ ഡ്യുവൽ ചിത്രമാണ്. ഇതിലാകെ 2 കഥാപാത്രങ്ങളാണുള്ളത്. അത് ഒരു കഥാപാത്രത്തിനെ മാത്രമാണ് സിനിമയിലുടനീളം കാണിക്കുന്നത്. ഒരു വണ്ടി ഓടിച്ചു പോകുന്ന ഒരു സെയിൽസ്മാൻ, അദ്ദേഹത്തിൻ്റെ വഴി മുടക്കിക്കൊണ്ട് ഒരു ട്രക്ക് ഡ്രൈവർ വരുന്നു. ആ ട്രക്ക് ഡ്രൈവറിനെ ആ സിനിമയിൽ കാണിക്കുന്നതേ ഇല്ല. പക്ഷേ അത് നമ്മൾ വളരെ ആകാംക്ഷഭരിതമാക്കിക്കൊണ്ട് ആ ഒരു 2 മണിക്കൂർ ആ സിനിമ തീരുകയാണ്. അതിനുശേഷം അദ്ദേഹം സ്വയം മറ്റൊരാളുടെ സഹായമില്ലാതെ തനിയെ എടുക്കുന്ന ഒരു സിനിമയാണ് ദ ഷുഗർലാൻഡ് എക്സ്പ്രസ്. അതും ഒരു സയൻസ് ഹൊറർ ഫിക്ഷൻ മൂവിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു കഴിവുള്ള ഒരാളായിരുന്നു സ്റ്റീഫൻ സ്പിൽബർഗ്. 1975 അദ്ദേഹം ജോസ് എന്നുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ ബ്ലോക്ക് ബസ്റ്റർ സിനിമ എന്ന് ഉദ്ദേശിക്കുന്നത് അക്കാലത്ത് ചിലപ്പം 1 കോടി രൂപയിൽ ഒരു സിനിമ എടുക്കുന്ന സ്ഥലത്ത് അവർ 10 കോടിയാണ് മുടക്കുന്നത്. ആ 10 കോടി മുടക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇരട്ടിയല്ല, ഈ 9 കോടിക്കാണ് അദ്ദേഹം ജോസ് എന്ന സിനിമ സംവിധാനം ചെയ്തത്. അത് തിരിച്ചു കിട്ടുന്നത് $495 മില്യൺ ആയിട്ടാണ് അത് തിരിച്ചു കിട്ടുന്നത്. ജോസിന്റെ കഥ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം. അത് ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ് ഈ ജോസ്. 1916 മറ്റേ അമേരിക്കൻ കോസ്റ്റിൽ ഒരു സ്രാവ് മനുഷ്യരെ പിടിച്ച് കൊന്നു തിന്നുന്ന ഒരു ഷാർക്കിന്റെ കഥയാണത്. അത് ഒരു മറ്റേ UK-യിലെ ഒരു പോസ്റ്റിൽ വെച്ചിട്ടാണ് ഈ സിനിമ എടുക്കുന്നത്. ഈ നമ്മുടെ കടയിൽ പലതരം ഷാർക്കുകളുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഈ മനുഷ്യനെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഈ ഷാർക്കിനെ കണ്ടെത്തുവാനായിട്ട് 2 പേരിറങ്ങിയാണ്. അതിനകത്തൊരു പോലീസ് ഓഫീസറും ഒരു മറൈൻ ബയോളജിസ്റ്റും കൂടി ചേർന്ന് അതിസാഹസികമായിട്ടാണ് ഈ ഷാർക്കിനെ നേരിട്ടുന്നതും അതിനെ കണ്ടുപിടിക്കുന്നതും. അതൊരു വൻ ഹിറ്റായിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതിനുശേഷം അദ്ദേഹം 1977 ഒരു സയൻസ് ഹൊറർ ഫിക്ഷൻ അദ്ദേഹം സംവിധാനം ചെയ്യുന്നത്, ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് വേൾഡ്. അത് ഒരു മറ്റേ ഗ്രഹത്തിൽ നിന്ന് വന്നിട്ടുള്ള വാർ മെഷീൻസും ജീവികളും അതുമായിട്ട് ഭൂമിയിലുള്ള ആൾക്കാരെ കൊല്ലുന്ന ഒരു സിനിമയായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. ഇദ്ദേഹം എടുത്തിട്ടുള്ള ഒരുവിധം എല്ലാ സിനിമകൾക്കും ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടാതിരിക്കില്ല. അത്രയ്ക്ക് കഴിവുള്ളൊരു സംവിധായകനാണ് സ്റ്റീഫൻ സ്പിൽബർഗ്. പിന്നീട് ഒരു 10 വർഷക്കാലം അദ്ദേഹം എടുത്തിട്ടുള്ളത് അധികവും ഈ പുരാവസ്തു ആയിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് നടത്തുന്ന ഒരു ടീം വെച്ചിട്ടാണ്. ഇന്ത്യാന ജോൺസ് എന്ന് പറയുന്ന ഒരു 4-5 സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് വലിയൊരു സിനിമ റെയ്ഡേഴ്സ് ഓഫ് ദ ലോസ്റ്റ് ആർക്കാണ്. അതിനും ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം 1993 അദ്ദേഹത്തിൻ്റെ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ മൂവി വരുന്നത് ജുറാസിക് പാർക്ക്. ജുറാസിക് പാർക്കിൻ്റെ തീം ഇതിവൃത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ധനികനായിട്ടുള്ളൊരു ബിസിനസ്മാൻ അദ്ദേഹം കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ കൂട്ടിക്കൊണ്ട് ജനറ്റിക്കായിട്ട് ഈ ആനിമൽസ് മീൻസ് ഡൈനോസേഴ്സിനെ ഉണ്ടാക്കുന്ന ഒരു തീമാണ് ഈ ജുറാസിക് പാർക്ക്. അപ്പോൾ ഒരു
പ്രീ ഹിസ്റ്റോറിക് ഇയറയിലുള്ള ഒരു കൊതുകിൻ്റെ DNA എടുത്തിട്ട് അവർ ഈ ഡൈനോസേഴ്സിനെ ഉണ്ടാക്കുകയാണ്. ഈ ഡൈനോസേഴ്സുമായിട്ട് അവരൊരു വിജനമായിട്ടുള്ള ഒരു ഐലൻഡിൽ പോയിട്ട് അവിടെ ഈ ജീവികളെ വളർത്തുകയാണ്. അപ്പം അതിനെ കാണാനായിട്ട് വിനോദസഞ്ചാരികൾ വരുന്നു. അപ്പം അതിന് ഒരുപാട് നമ്മളൊരു സൂല് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഡൈനോസേഴ്സ് എല്ലാവരും ഒരു ഈ ഐലൻഡിൽ വിഹരിക്കുകയാണ്. അപ്പം അതിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് ചെല്ലാൻ പറ്റില്ല. എല്ലാം ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവരും നമ്മളും വിനോദസഞ്ചാരികളും തമ്മിൽ അകലം പാലിക്കാനായിട്ട്. പക്ഷേ അവിടെ ഉള്ള ജോലിക്കാർ തമ്മിലൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ട് അവർ ഇതിൻ്റെ ഇലക്ട്രിക്കൽ സാധനം വിച്ഛേദിക്കുമ്പോൾ ഈ ഡൈനോസേഴ്സ് ഈ വന്ന വിനോദസഞ്ചാരികളെ ആക്രമിക്കുന്ന ഒരു സിനിമയാണ് ജുറാസിക് പാർക്ക്. അത് വൻ ഹിറ്റായിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതിൻ്റെ എഡിറ്റിംഗ്, സൗണ്ട്, ഫോട്ടോഗ്രാഫി അതിലെല്ലാം വളരെ പ്രിസിഷനോടുകൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സും ചെയ്തിട്ടുള്ളത്. ഇത് 93 അദ്ദേഹം ഈ സയൻസ് ഫിക്ഷൻ എടുത്തിരിക്കുന്നത്. അതേ വർഷം തന്നെ അദ്ദേഹം തികച്ചും വ്യത്യസ്തമായിട്ടൊരു സിനിമ ഇറക്കിയിട്ടുണ്ട്. അതാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത് പ്രധാനമായിട്ടും നമ്മുടെ നാസി ജർമ്മനിയാണ് അതിൻ്റെ പശ്ചാത്തലം. നമുക്കറിയാം ഹിറ്റ്ലർ എങ്ങനെയാണ് ജ്യൂസിനെയും പോളിഷുകാരെയും ഒക്കെ ഉന്മൂലനം ചെയ്തതെന്നുള്ളത്. അവിടുത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ്, ഗ്യാസ് ചേമ്പേഴ്സ്, ഹോളോകാസ്റ്റ്, അവർ സിസ്റ്റമാറ്റിക്കലി ആയിട്ടാണ് ഈ ജ്യൂസിനെയും പോളിഷ് ആൾക്കാരെയും അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് തന്നെ മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഈ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം യഥാർത്ഥമായിട്ട് നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അതൊരു നോവലായിട്ട് വന്നു. ആ നോവലാണ് ഈ സിനിമയായിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റിൽ ഒരു ജർമ്മൻ നാസിക്കാരൻ, ഒരു ബിസിനസ്മാൻ, അദ്ദേഹം നോക്കിയപ്പം ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് യുദ്ധത്തിൻ്റെ സമയത്താണ്. അങ്ങനെ അദ്ദേഹം ഒരു ഫാക്ടറി തുടങ്ങുകയും ആ ഫാക്ടറിയിൽ ഈ ജ്യൂസിനെയും പോളിഷ് ആൾക്കാരെയും അദ്ദേഹം നിയമിക്കുകയാണ്. അപ്പം അവരെ നിയമിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് ശമ്പളം കൊടുക്കണ്ട, വളരെ തുച്ഛമായിട്ട് ശമ്പളം കൊടുത്താൽ മതി. അവർ യാതൊരു കാരണവശാലും അവരൊരു പ്രശ്നം ഉണ്ടാക്കുകയോ ഒരു ജോലി പൈസ കൂട്ടിത്തരാനായിട്ടൊന്നും അവർ പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം അവർക്ക് ഒരു ദിവസം തന്നെ ജീവിച്ചു പോകുന്ന തന്നെ വലിയ കാര്യമെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കി ധന്യനാവുകയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം നേരിട്ട് ഒരു നാസി പട്ടാളക്കാരൻ ഈ ജ്യൂസിനെ തൻ്റെ കൺമുൻപിൽ വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്നു. യാതൊരു കാരണവുമില്ലാതെ നടന്നു പോകുന്ന ആൾക്കാരെ വെറുതെ നിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നത് ഇയാൾ കാണുന്നതും ആ കാണുന്ന കാഴ്ചയിൽ ഭയത്തിൽ മനസ്താപം വരുന്നതും അദ്ദേഹം പിന്നീട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഇത്രയും നാൾ സമ്പാദിച്ചിട്ടുള്ള ഈ പൈസ മുഴുവൻ ചെലവഴിച്ച് എത്രയും പേരെ തനിക്ക് രക്ഷിക്കാൻ പറ്റും അതിലായിരുന്നു പിന്നെ അദ്ദേഹം ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചത്. അങ്ങനെ ഇവരെ രക്ഷിക്കണമെങ്കിൽ ആ ഫാക്ടറി അവിടെ നിന്ന് മാറ്റണം. അങ്ങനെ അദ്ദേഹം ആ ഫാക്ടറി അവിടെ നിന്ന് ജർമ്മനിയുടെ മറ്റൊരു വശത്തേക്ക് മാറ്റുകയും അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ആരെയും തന്നെ അദ്ദേഹത്തിന് അറിയില്ല. അപ്പം അതിന് അദ്ദേഹത്തിന് വിശ്വസ്തനായിട്ട് ഒരു ജൂയിഷ് ക്ലർക്ക് ഉണ്ട്. അദ്ദേഹമാണ് ഈ ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. അത് അവർ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ ജ്യൂസിനെയാണ് ഇവിടുന്ന് കടത്തി കൊണ്ടുപോകുന്നതെന്ന് ഈ നാസി പട്ടാളക്കാർ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പിന്നെ ജീവനോടെ ഇരിക്കുന്ന ഒരു ഇത് വരുന്നില്ല. അങ്ങനെ അവർ ഏകദേശം 1000-ഓളം പേരെ ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. ഇത് യഥാർത്ഥമായിട്ട് നടന്നിട്ടുള്ളൊരു സംഭവമാണ്. ഈ 1944 യുദ്ധം തീരുമ്പോൾ അതിൻ്റെ ഒരു വിചാരണ നടത്താറുണ്ട്. ആ നടത്തിയതിൽ ഈ വിചാരണ കോടതി കണ്ടുപിടിച്ചു, അവർക്ക് മുന്നേ വെളിപ്പെട്ടു ഇദ്ദേഹം ഒരുപാട് പേരെ രക്ഷിച്ചു എന്നുള്ള സാധനം. അങ്ങനെ രക്ഷിച്ച ജ്യൂസ് പലരും ഇദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ചെന്നിട്ട് അവരുടെ ഒരു താങ്ക്ഫുൾനെസ് അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾനെസ് അറിയിക്കുന്ന ഒരു ഇതുണ്ട്. അതിനൊരു സയൻസ് ഫിക്ഷൻ്റെ അകത്ത് കൊടുക്കുന്നതാണ് അദ്ദേഹത്തെ ഈ ഒരു യുദ്ധത്തിൻ്റെ ഭീകരാവസ്ഥ കാണിച്ചുകൊണ്ടുള്ളൊരു സിനിമ എടുക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്ത സിനിമയാണ് സേവിംഗ് പ്രൈവറ്റ് റയൻ. അതിനും ഒരുപാട് ഓസ്കാർ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതും ഇതുപോലെ ഈ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് യുദ്ധം ചെയ്യാനായിട്ട് അവർ യൂറോപ്പിലേക്ക് ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് 3-4 ആൺകുട്ടികളായിരിക്കും വരുന്നത്. ഒരു 18 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെയുള്ള എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് അവർ പറഞ്ഞു വിടുകയാണ്.
അപ്പോൾ പലപ്പോഴും ഇവരെല്ലാവരും ഈ എല്ലാ ബ്രദേഴ്സും തന്നെ കൊല്ലപ്പെടാറുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഈ സേവിങ് പ്രൈവറ്റ് റയൻ. അതിനകത്ത് നാല് ബ്രദേഴ്സ് ഈ യൂറോപ്യൻ കൺട്രിയിലേക്ക് യുദ്ധം ചെയ്യാൻ വരുന്നത് 3 പേർ മരിക്കുന്നു, ബാക്കി ഒരാൾ മിസ്സിംഗ് ആവാണ്. ഈ മിസ്സിംഗ് ആയിട്ടുള്ള ആളെ തേടി പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ സേവിങ് പ്രൈവറ്റ് റയൻ. അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വരുന്നതും അദ്ദേഹം അതിസാഹസികമായിട്ട് ഈ മിസ്സിംഗ് ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കുന്നു, അയാളെ രക്ഷപ്പെടുത്തി അയക്കുന്നതിനോടൊപ്പം അയാൾ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സേവിങ് പ്രൈവറ്റ് റയൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഓപ്പണിംഗ് ഷോട്ട് എന്നൊരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ് കാണിക്കുന്നത്. ഏകദേശം 1 മാസത്തോളം എടുത്തു അവർക്ക് ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തന്നെ അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള പൈസ $12 മില്യൺ ആണ്. ഏകദേശം 1500 പേരോളമാണ് ആ ഒരു ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ വരുന്നത്. അത്രയും പ്രിസിഷനോട് കൂടിയാണ് ആ ഒരു നമ്മൾ ആ സിനിമ കാണുമ്പോൾ അതൊരു യുദ്ധഭൂമി അല്ലാതെ നമുക്ക് തോന്നില്ല, അതൊരു സെറ്റാണെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്, അത്രയും പെർഫെക്ഷനോട് കൂടിയാണ് അദ്ദേഹം സിനിമകൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്. ഞാനത് മെയിനായിട്ടുള്ള കുറച്ച് സിനിമകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന സിനിമ 2005 എടുത്ത സിനിമയാണ്. വാർ ഓഫ് ദി വേൾഡ്സ് എന്നുള്ള സിനിമയാണ് 2005 അദ്ദേഹം എടുത്തത്. ഇതൊരു അമേരിക്കൻ സയൻസ് ഹൊറർ ഫിക്ഷനാണ്. ഇത് ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇതിവൃത്തവും ഈ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന ഫോർമേഷൻസും അത് ഭൂമിയിലുള്ളവരുമായിട്ടുള്ളൊരു സംഘർഷം, അതാണ് മോറോലെസ് ഒരു സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിനും ഓസ്കാർ നോമിനേഷൻസ് കിട്ടിയിട്ടുള്ളൊരു മൂവിയാണ്. ഏകദേശം 3 ഓസ്കാർ നോമിനേഷൻസ്, വേറെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ളൊരു മൂവിയാണ്. ഈ മൂവിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ടോം ക്രൂസ് എന്ന് പറയുന്ന ഹോളിവുഡ് ആക്ടറാണ് അഭിനയിച്ചിരിക്കുന്നത്. ടോം ക്രൂസ് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹം നമുക്കിവിടെ മമ്മൂട്ടി മോഹൻലാലും ഉള്ളത് പോലെയാണ് ടോം ക്രൂസ് ഹോളിവുഡ് സിനിമയിൽ. അദ്ദേഹം ഏത് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാലും അതിന് അത്രയ്ക്ക് തന്നെ തിരിച്ച് കിട്ടുന്ന ഒരു അത്രയും സ്റ്റാർ വാല്യൂ ഉള്ളൊരു ആക്ടറാണ് ടോം ക്രൂസ്. ബാക്കിയുള്ള സിനിമ കാണാൻ ദയവേത് മൊബൈൽ ഫോൺ സൈലന്റ് മോഡിലും സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക. ഹാപ്പി ഡേ. താങ്ക് യു. നന്ദി, നമസ്കാരം.